മാനാഞ്ചിറ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ കുഴിച്ചതാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. 14-ാം നൂറ്റാണ്ടിൽ ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കൻ സഞ്ചാരിയാണ് ആദ്യമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് എഴുതുന്നത്. സാമൂതിരി എന്ന് പേര് തന്നെ എങ്ങനെ വന്നു എന്നുള്ളത് ഇതുപോലെ തർക്ക വിഷയമാണ്. സമുദ്രഗിരി രാജയാണ് സാമൂതിരി ആയതെന്ന് പറയും, സ്വാമി തിരുമുൽപ്പാടാണ് സാമൂതിരി ആയതെന്ന് പറയും. ഇതിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ ഈ സാമൂതിരിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വ്യാപാരികളോട് ഏറ്റവും സത്യസന്ധതയോടെ ഇടപെടുന്ന ഒരു രാജ്യം എന്ന ഒരു ഇമേജ് കോഴിക്കോടിന് ആ മധ്യകാലത്ത് തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഈ കഥകളിൽ നിന്ന് മനസ്സിലാവും. സാമൂതിരി എന്ന് പറയുന്ന ഒരു അധികാരി മധ്യകാലത്ത് കോഴിക്കോടിൻ്റെ ഭരണാധികാരിയായി വന്നത് തൊട്ടുള്ള 1766 വരെ അദ്ദേഹം സ്വതന്ത്ര ഭരണാധികാരിയായിരുന്ന കാലം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതും വളരെ കഥയുടെ രൂപത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കോഴിക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശം, കോഴിക്കോട് എന്ന ഈ പേര് തന്നെ ആദ്യം നമ്മുടെ ചരിത്ര രേഖകളിൽ വരുന്നത് 14-ാം നൂറ്റാണ്ട് തൊട്ട് മാത്രമാണ്. 14-ാം നൂറ്റാണ്ടിൽ മലബാറിൽ വന്നിട്ടുള്ള ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കൻ സഞ്ചാരിയാണ് ആദ്യമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് എഴുതുന്നത്. അന്നു തൊട്ടാണ് നമുക്ക് കോഴിക്കോടിനെ കുറിച്ച് ഈ ഒരു പോർട്ട് ടൗൺ എന്ന നിലയിൽ നിന്ന് ഒരു രാജ്യം, ഒരു നാട് എന്ന രീതിയിലേക്കുള്ളതിൻ്റെ വളർച്ച കാണാൻ കഴിയുക. ഇബിൻ ബത്തൂത്ത സാമൂതിരിയാണ് കോഴിക്കോടിൻ്റെ രാജാവ് എന്നുകൂടി പറയുന്നുണ്ട്. കോഴിക്കോട് എന്ന് പറയുന്ന ഈ തുറമുഖ നഗരത്തിൻ്റെ, ഈ നാടിൻ്റെ ഭരണാധികാരിയായി സാമരി ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഏറ്റവും ആദ്യ രേഖ. ചില ചൈനീസ് റെക്കോർഡുകളിൽ ഇതിന് മുൻപേ ഉണ്ട് എന്നുള്ള ചില പരാമർശങ്ങൾ എൻ നമ്പൂതിരി മാഷെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം വ്യക്തമാണ് എന്നുള്ളത് സംശയമാണ്. ചില തമിഴ് കൃതികളിൽ ഇതുപോലെ കോഴിക്കോടിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നുണ്ട്, അതും സംശയാസ്പദമാണ്. നമ്മുടെ ലഭ്യമായ രേഖകളിൽ 14-ാം നൂറ്റാണ്ട് തൊട്ടിട്ടാണ് കോഴിക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയുക. അപ്പം അന്ന് തൊട്ടിങ്ങോട്ട് നമുക്ക് കോഴിക്കോട് എന്ന് പറയുന്നത്, ഈ വേറൊരു കാര്യം, ഇതിനു മുമ്പ് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശം ഭരിക്കുന്ന ആളുകൾ അപ്പോഴും ഉണ്ട്. അവരുടെ ആരംഭം 14-ാം നൂറ്റാണ്ടിലല്ല, അതിന് മുന്നേ ആരംഭിക്കുന്നുണ്ട്. അവർ ഏറനാട് ഉടയവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏറനാട് ഉടയവർമാരാണ് പിൽക്കാലത്ത് സാമൂതിരിമാരായി മാറുന്നത്. ആ ഒരു പരിണാമം നമുക്ക് ലിഖിതങ്ങളിലൂടെയും ഗ്രന്ഥവരി തെളിവുകളിലൂടെയും കേരളോൽപ്പത്തി പോലെയുള്ള കഥകളിലൂടെയൊക്കെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറനാട് ഉടയവർ എന്ന് പറയുന്ന, ഏറനാട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു താലൂക്കായിരുന്നു. ഇവരുടെ യഥാർത്ഥ കുലഭവനം ഉണ്ടായിരുന്നത് നെടിയിരുപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ നെടിയിരുപ്പിന് ചുറ്റുമുള്ള പ്രദേശമാണ് ഏറനാട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ നെടിയിരുപ്പിന് ചുറ്റുമുള്ള ഏറനാടിൻ്റെ ഭരണാധികാരികളായിരുന്ന ഏറനാട് ഉടയവർ എന്ന് പറയുന്ന ആളുകളാണ് പിൽക്കാലത്ത് സാമൂതിരി ആയിട്ട് മാറുന്നത്. ഇത് ഏതാണ്ട് ഇന്ന് നമുക്ക് വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ്. ഏറനാട് ഉടയവരിൽ നിന്നും സാമൂതിരിയിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. ചേര ലിഖിതങ്ങളിൽ ഏറനാട് ഉടയവർ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് 1000-ാം ആണ്ടിലാണ്. ഭാസ്കര രവിയുടെ ജൂതച്ചപ്പേട്ടിലാണ് ഏറനാടിനെ കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത്. ഏറനാട് ഉടയവരെക്കുറിച്ച് അതിലാണ് ആദ്യം പറയുന്നത്. അത് തൊട്ടിങ്ങോട്ട് നമുക്ക് ഏറനാട് ഉടയവരെക്കുറിച്ച് കാണാം. ഇവിടെ ഏറ്റവും പ്രബലമാകുന്ന നാടുകളിൽ ആ ചരിത്രം കൂടെ നിങ്ങൾക്ക് അറിയണം. അതായത് ചേരകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരെയുള്ള ഒരു കാലത്ത് ഇവിടെ ഭരണത്തിലുണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിയുള്ള ചേരന്മാരാണ് ഭരിച്ചിരുന്നത്. ചേരപ്പെരുമാക്കന്മാർ. MGSൻ്റെയൊക്കെ പ്രശസ്തമായ പുസ്തകം പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്നത് ആ ചേരകാലത്തെക്കുറിച്ചുള്ളതാണ്. ആ കാലത്ത് ഒട്ടനവധി നാടുകളുണ്ടായിരുന്നു കേരളത്തിൽ. 17 നാടുകളോളം ഉണ്ടായിരുന്നു. 18 ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അങ്ങനെ ഉണ്ടായിരുന്ന നാടുകളിലൊന്നും കോഴിക്കോടില്ല. അന്ന് നിലനിന്നിരുന്ന നാടുകളിൽ ഏറനാടുണ്ട്, പോലനാടുണ്ട്, പക്ഷേ കോഴിക്കോടില്ല. അപ്പോൾ അങ്ങനെ നാടുകളിൽ നിന്ന് പിന്നീടുണ്ടാവുന്ന, അതായത് ചേരന്മാരുടെ ഭരണത്തിന് ശേഷം ഉണ്ടായി വരുന്ന ഒരു ഭരണകൂടം സ്വരൂപങ്ങളാണ്. ചേര ഭരണത്തിന് ശേഷം ഇവിടെ ഉണ്ടായി വന്ന ഒരു ഭരണകൂടത്തിനെ വിളിച്ചിരുന്ന സ്വരൂപം എന്നാണ്
ഈ സ്വരൂപം എന്ന് പറയുന്നത് തന്നെ സ്വന്തം രൂപം എന്ന് വേണമെങ്കിൽ അതിനെ സംസ്കൃതത്തിൽ സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വന്തം രൂപമാണ്. എം ആർ രാഘവാര്യരെ പോലുള്ള ആളുകളൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്വരൂപം എന്നുള്ളത് സ്വരൂപിക്കുക എന്ന വാക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ജോയിൻ്റായിട്ട് അവർ വർക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ആണ് സ്വരൂപം എന്ന വാക്ക് വരുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മരുമക്കത്തായം അനുസരിച്ചുണ്ടായിരുന്ന ആളുകളാണ് ഈ പറയുന്ന താവഴികളായി പിരിഞ്ഞിരുന്ന ഈ ആളുകൾ ഭരണം കൈയാളിയിരുന്ന ഒരു ഭരണരൂപമാണ് സ്വരൂപം എന്ന് പറയുന്നത്. ആ സ്വരൂപത്തിൽ ആണ് കോഴിക്കോടിൻ്റെ ഭരണം എന്ന് പറയുന്നത് മധ്യകാലത്ത് വളരെ ശക്തമാവുന്നത്. കോഴിക്കോട് സ്വരൂപത്തെ അറിയപ്പെട്ടിരുന്നത്, സാമൂതിരിമാരുടെ ഈ സ്വരൂപം അറിയപ്പെട്ടിരുന്നത് നെടിയിരിപ്പ് സ്വരൂപം എന്നാണ്. അതുകൊണ്ടാണ് അവരുടെ കുലഭവനം എന്ന് പറയുന്നത് നെടിയിരിപ്പാണ്. അവിടെ നിന്നാണ് അവരുടെ വികാസം ഉണ്ടാവുന്നത്. ഈ നെടിയിരിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറനാട് എന്ന് പറയുന്നത് തുറമുഖമില്ലാത്തൊരു നാടായിരുന്നു. ചേര കാലത്തുള്ള നാടാണ്. പക്ഷെ അവർക്ക് തുറമുഖമില്ല, കരവലയിതമാണ്, അല്ലെങ്കിൽ കരയാണ്, ചുറ്റപ്പെട്ട് കിടക്കുന്നത് കരയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമുദ്ര വാണിജ്യത്തിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അവർക്ക് തുറമുഖത്തിലേക്കൊരു വഴി തുറന്നു കിട്ടുമ്പോഴാണ്, കോഴിക്കോട് എന്ന് പറയുന്ന ഒരു തുറമുഖം അവർക്ക് ലഭ്യമാകുമ്പോഴാണ് അവരുടെ വികാസം മധ്യകാലത്ത് ഉണ്ടാവുന്നത്. അതാണ് ഏറനാടും ഈ കോഴിക്കോടും തമ്മിലുള്ള ആദ്യ ഘട്ടത്തിൽ. നമുക്കതിന് കുറേ കഥകളാണുള്ളത്. ഈ വികാസത്തെക്കുറിച്ച് കേരളോൽപ്പത്തിയുടെ കഥകളിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇവർക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂതിരിമാർക്ക് കൈവരുന്നത്. ഈ പേരുകളൊക്കെ ഇങ്ങനെ കേരളോൽപ്പത്തി കഥയിൽ മാറി മാറി വരും. അദ്ദേഹത്തിൻ്റെ ടൈറ്റിലുകൾ മാറി മാറി വരുന്നത് നമുക്ക് കാണാം. പക്ഷേ കഥ പറയാൻ ശ്രമിക്കുന്നത്, ഈ കേരളോൽപ്പത്തി കഥ പറയാൻ ശ്രമിക്കുന്നത് മാനിച്ചനെന്നും വിക്കിരനെന്നും പേരുള്ള രണ്ട് ഏറാടിമാർ, അവരെ പൂന്തുറക്കോൻ എന്നും പറയും. ഈ രണ്ട് ഏറാടിമാർ അവസാനത്തെ ചേരമാൻ രാജാവായിട്ടുള്ള ചേരമാൻ പെരുമാൾ അദ്ദേഹത്തിൻ്റെ രാജ്യം എല്ലാം വീതം വെച്ച് കൊടുത്ത് ഹജ്ജിന് പോകാൻ വേണ്ടി, മെക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തൃക്കാരിയൂരിൽ പോയി കണ്ടു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവർ വെറുതെ പോയി കാണുകയല്ല, നേരത്തെ ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഏറാടിമാർ. മാനിച്ചനും വിക്കിരനും നേരത്തെ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ നയിച്ച് അദ്ദേഹത്തിന് ജയം സമ്പാദിച്ചു കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ മാനിച്ചനും വിക്കിരനും. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വലിയ വിഷമമായി. കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യം എല്ലാം തന്നെ വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എല്ലാം വീതം വെച്ച് കഴിഞ്ഞല്ലോ, ഇനി ആകപ്പാടെ ബാക്കിയായിട്ടുള്ളത് കോഴി കൂവിയാൽ കേൾക്കുന്ന ഒരു ചെറിയ ദേശവും ചുള്ളിക്കാടും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇവർ ഏറാടിമാരത് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അവർ ഈ പറയുന്ന ചെറിയ ഒരു ഭൂപ്രദേശം കയ്യേറ്റു. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ ചേരമാൻ പെരുമാൾ അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചത്തും കൊന്നും അടക്കിക്കൊള്ളുക, ആകെ ഞാൻ തരുന്നത് ചെറിയൊരു ഭാഗമാണ്, പക്ഷെ ബാക്കിയുള്ളത് നിങ്ങൾ പിടിച്ചെടുത്തു കൊള്ളുക എന്നാണ് അവരോട് പറയുന്നത്. മാത്രമല്ല അവർക്ക് അദ്ദേഹത്തിൻ്റെ വാൾ കൊടുക്കുന്നുണ്ട്, ചേരമാൻ വാൾ കൊടുക്കുന്നു, മക്കത്തേക്ക് കപ്പലോടിക്കാനുള്ള അവകാശം കൊടുക്കുന്നു, ജോനകരുടെ അവകാശം കൊടുക്കുന്നു, നിങ്ങൾ നെടിയിരിപ്പ് സ്വരൂപമായിട്ട് വാഴുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഏറാടിമാർക്ക്, പൂന്തുറക്കോൻ എന്ന് പറയുന്ന ഈ ഏറാടിമാർക്ക് അധികാരം കൊടുക്കുന്നത്. ഇത് സഹോദരന്മാരാണെന്നോ അമ്മാവനും മരുവനാണെന്നൊക്കെ കേരളോൽപ്പത്തിൽ രണ്ട് ഭാഷ്യവും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ പറയുന്ന കോഴിക്കോടിൻ്റെ അധികാരം സാമൂതിരിമാർക്ക് കിട്ടിയതായിട്ടുള്ള ഒരു കഥ കേരളോൽപ്പത്തിയിൽ പറയുന്നു. നമുക്ക് മറ്റ് രേഖാ തെളിവുകളൊന്നുമില്ല, ഈ കേരളോൽപ്പത്തിയിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നു. അതാണ് ഒരു കേരളോൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന്. ഈ മാനിച്ചനും വിക്കിരനും എന്ന് പറയുന്നവർ ഇത് കയ്യേറ്റു എന്ന് പറയും. ഈ കോഴിക്കോട് എന്ന് പറയുന്ന ഈ സ്ഥലം തന്നെ, ഈ കോഴിക്കോട് എന്നുള്ള പേര് തന്നെ എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കോഴിക്കോട് എന്ന പേരിൻ്റെ ഉത്ഭവം എല്ലാവരും ഒരുപോലെ യുനാനിമസായിട്ടൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല, വ്യത്യസ്ത അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ സാമൂതിരി ചരിത്രം എഴുതിയിട്ടുള്ള ആൾ കെ വി കൃഷ്ണയ്യരാണ്. കെ വി കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ ദ സാമോറിൻസ് ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് കോയിൽ കോട്ട എന്നതിൽ നിന്നാണ് കോഴിക്കോട് എന്ന വാക്കുണ്ടായത്, ഈ പേരുണ്ടായത് എന്നാണ്. കോവിലകമാണ്, കോട്ടയോ ചേർന്നിട്ടുള്ള ഈ കോയിൽ കോട്ടയിൽ നിന്ന് കോഴിക്കോട് ഉണ്ടായി എന്ന് പറയുന്ന ഈ കൃഷ്ണയ്യരുടെ ഒരു വാദമുണ്ട്. എം ജി എസ് നാരായണൻ വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കല്ലിക്കോട്ടൈ, തമിഴിൽ കല്ലിക്കോട്ടൈ അല്ലെങ്കിൽ കല്ലിൽ പടുത്തിട്ടുള്ള കോട്ട എന്ന അർത്ഥത്തിലുള്ള കല്ലിക്കോട്ടയാണ് അറബിയിൽ ഖലിക്കൂത്ത് എന്ന വാക്കായി മാറിയത്. അതാണ് പിൽക്കാലത്ത് യൂറോപ്യൻ ഭാഷകളിലൊക്കെ കാലിക്കറ്റ് എന്നായി മാറുന്നത് എന്ന് എം ജി എസ് പറഞ്ഞിട്ടുണ്ട്. എൻ നമ്പൂതിരി സാറ് ഇതിന് വേറൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്, വളരെ പ്രസക്തമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോഴി എന്ന് പറയുന്നത് വെള്ളവുമായി ബന്ധമുള്ള വാക്കുകൾ
അല്ലെങ്കിൽ ഒരു വാക്കാണ്. ജലസ്പർശമുള്ള പ്രദേശത്തെ, ചതുപ്പ് പോലെയുള്ള പ്രദേശത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് ആണ് കോഴി. ഇത് കോഴി എന്നുള്ളത് ഈ കോഴിക്കോടിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ കോഴി എന്ന് പറയുന്ന വാക്കുണ്ട്. അത് ജലസ്പർശമുള്ള ചതുപ്പ് പ്രദേശങ്ങളെ അല്ലെങ്കിൽ കടലിലേക്ക് ഉന്തി നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കാണ് കോഴി എന്നുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് ഈ ചതുപ്പ് നിലം അല്ലെങ്കിൽ ഉപ്പളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്കാവും. കോട് എല്ലായിടത്തും ഉണ്ട്, നിങ്ങൾക്ക് കാണാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു കോട്ട അല്ലെങ്കിൽ ഒരു അറ്റം, അങ്ങനെ പല അർത്ഥങ്ങളിലും, ഒരു പുഴക്കൈ, ഈ അർത്ഥത്തിലൊക്കെ കോട് എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ കോഴി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ചതുപ്പ് കലർന്ന ഒരു പ്രദേശത്തിൽ നിന്ന് ആണ് കോഴിക്കോട് ഉണ്ടായതെന്ന് അദ്ദേഹം അതിന് ഒരുപാട് തെളിവുകൾ നിരത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, റവന്യൂ ഡോക്യുമെൻറ്റിൽ തന്നെ കൊക്കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കോഴിക്കോട് നഗരത്തിനകത്ത് കൊക്കോഴിക്കോട് എന്ന് പറയുന്ന, കോ എന്ന് ചേർത്തിട്ട് കോഴിക്കോട് എന്ന് പറയുന്ന, കൊക്കോഴിക്കോട് എന്ന് പറയുന്ന രാജാവിൻ്റെ ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന കൊക്കോഴിക്കോടുണ്ട്. ചുള്ളിക്കാട്, ഈ കഥയിൽ പറയുന്ന ചുള്ളിക്കാട് ഇവിടെയുണ്ട്. അങ്ങനെ ധാരാളം സൂചകങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാദം ഇതാണ്, കോഴിക്കോട് എന്ന് പറയുന്ന പേരിങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ നമ്മൾ നേരത്തെ കഥയിൽ കേട്ട കോഴി കൂവിയാൽ കേൾക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് സാധാരണ നേരത്തെ ഇവിടെ രാജേഷൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്തിനേയും നമ്മൾ പിന്നീട് മിത്തായി ഐതിഹ്യമായി മാറ്റുമ്പോഴുണ്ടാവുന്ന, ആളുകൾക്ക് അന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന രീതിയിലാണ് അവരത് എന്ത് പറയുന്നത്, ഈ പറയുന്ന കോഴി കൂവിയാൽ കേൾക്കുന്ന ഒരു പ്രദേശത്തു നിന്നാണ് അതിൻ്റെ പേര് കോഴിക്കോട് എന്നായത് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മിത്ത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല വേറെ എനിക്ക് തോന്നുന്നു ഈ കേരളോൽപ്പത്തി തന്നെ ശ്രദ്ധിച്ച് വായിച്ചാൽ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശം കിട്ടിയതോടുകൂടി ഏറനാട് സംഭവിക്കുന്ന അവർക്ക് സമുദ്ര വാണിജ്യം അല്ലെങ്കിൽ സമുദ്ര വ്യാപാരത്തിലേക്കുള്ള ഒരു ഓപ്പണിംഗ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ട്രേഡിനുള്ള, ഈ ഓവർസീസ് ട്രേഡിനുള്ള ഒരു സാധ്യത അവർക്കുണ്ടായി വരുന്നു. അപ്പോഴും ഈ ചെറിയ, നമുക്ക് എപ്പോഴും ഐതിഹ്യങ്ങളിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് കാണാൻ പറ്റും. ഇതിനകത്ത് വേറൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്, അത് മറ്റൊരു കഥയാണ്. അതായത് കോഴിക്കോടിന് ചേർന്നുള്ള പ്രദേശങ്ങൾ അന്ന് ഭരിച്ചിരുന്ന പോലനാടാണ്. പോർലാതിരി എന്ന് പറയുന്ന രാജാവാണ് അത് ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ പോർലാതിരിയെ തോൽപ്പിച്ചിട്ടാണ് സാമൂതിരിക്ക് ഈ അധികാരം കിട്ടുന്നത്, പോലനാടിൻ്റെ അധികാരം കിട്ടുന്നത്. ആ കഥയും കേരളോൽപ്പത്തിയിലുണ്ട്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നമുക്ക് ചേർന്ന് നോക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷനായിട്ട് തോന്നും. കാരണം കോഴിക്കോട് ഇദ്ദേഹത്തിന് ദാനമായി കിട്ടിയതാണ്. ഈ കോഴിക്കോടാണ് ഇദ്ദേഹത്തിന് ദാനമായി കിട്ടിയതെങ്കിൽ പിന്നീട് ഈ പറയുന്ന പോർലാതിരിയോട് യുദ്ധം ചെയ്ത് നേടേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം സാമൂതിരി ഈ യുദ്ധം ചെയ്യുന്നതിൻ്റെ കഥ പറയുന്നത് പന്നിയങ്കരയിൽ ഇരുന്നിട്ടാണ് ഇദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. സാമൂതിരി പന്നിയങ്കരയിലിരുന്ന് പോർലാതിരിയോട് യുദ്ധം ചെയ്യുന്നു. അതായത് അദ്ദേഹത്തിന് ഓൾറെഡി കോഴിക്കോട് കിട്ടിയതാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും. പക്ഷേ പന്നിയങ്കരയിലിരുന്ന് അദ്ദേഹം പോർലാതിരിയോട് യുദ്ധം ചെയ്യുന്നു. 48 കൊല്ലം യുദ്ധം ചെയ്തിട്ടും വിജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ 48 വർഷം കഴിഞ്ഞിട്ടും ജയം ഇല്ലാണ്ട് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, സാമൂതിരി ചെയ്തത്, അദ്ദേഹം നേരെ ഇത് യുദ്ധം നിർത്തിവെച്ചു. എന്നിട്ട് പോർക്കൊല്ലിക്ക് പോയി എന്നാണ്, ശ്രീ പോർക്കൊല്ലിക്ക് പോയി എന്നാണ്. ഏതാണ് സ്ഥലം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ശ്രീ പോർക്കൊല്ലിയെ ഭജിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഇതാണ് ഐതിഹ്യത്തിൻ്റെ ഒരു സ്വഭാവം. ഭഗവതി പ്രത്യക്ഷയായപ്പോൾ സാമൂതിരി വരം ചോദിച്ചത്, ഞാൻ ഏത് ദിക്കിലേക്ക് പോകുന്നോ അവിടെയൊക്കെ ഭഗവതി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജയം ഉണ്ടാവാൻ വേണ്ടി ഭഗവതിയും കൂടെ വരണം എന്ന് വരം ആവശ്യപ്പെട്ടു. ഭഗവതി ആ വരം കൊടുത്തു. ഇതാണ് ആ കഥ. ഈ കഥ ഇവിടെയും തീരുന്നില്ല. എന്നിട്ടും ഇങ്ങനെ വരം കിട്ടിയിട്ടും സാമൂതിരി പിന്നീട് ചെയ്യുന്നത് ഈ പോർലാതിരിയുടെ ആളുകളെ, അദ്ദേഹത്തിൻ്റെ സേവകന്മാരെ, അകമ്പടിക്കാരെ, ഭാര്യയെ ഉൾപ്പെടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാക്കുകയും അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്തിട്ട് ഈ പറയുന്ന പോലൂർ കോട്ട തുറന്നു കൊടുക്കാം എന്ന് സമ്മതിപ്പിക്കുക ചെയ്ത്. അങ്ങനെ പോലൂർ കോട്ട തുറന്നു കൊടുത്തിട്ടാണ് സാമൂതിരി അതിനകത്ത് പ്രവേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവതിയുടെ വരം കിട്ടിയതിന് ശേഷവും ഈ പറയുന്ന ഒരു രീതിയിലാണ്, ഒരു എളുപ്പത്തിലാണ് അദ്ദേഹം ഈ കോട്ട കൈക്കലാക്കുന്നത്. അവിടെ നിന്ന് പോർലാതിരി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കോലത്ത് നാട്ടിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെയാണ് പിന്നീട് കടത്തനാട് എന്ന് പറയുന്ന സ്വരൂപം ഉണ്ടായതെന്നാണ് ഈ പറയുന്ന കേരളോൽപ്പത്തി കഥയിൽ പറയുന്നത്. അങ്ങനെ പോലനാടിനെ പിടിച്ചടക്കിയതിന് ശേഷമാണ് ഇതിന് ഇദ്ദേഹത്തെ കൂട്ടുനിന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവരുടെ തന്നെ അകമ്പടിക്കാരാണ് പിന്നീട് സാമൂതിരിയുടെ അകമ്പടിക്കാരായിട്ട് പോലനാടിൻ്റെ തന്നെ ഈ പറയുന്ന കിഴക്കുംപുറം ലോഗർ എന്ന് പറയുന്ന 10,000 ആളുകളുടെ നായന്മാരുടെ സൈന്യമാണ് പിന്നീട് സാമൂതിരിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അങ്ങനെ അവർക്കൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഭാര്യയെ തന്നെ ചാലപ്പുറത്തമ്മ എന്ന് പറഞ്ഞ് അവിടെ സ്ഥാനം കൊടുത്തിരുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ആ കേരളോൽപ്പത്തി കഥയിൽ പറയുന്നത്. ഈ പോർലാതിരിയെ തോൽപ്പിച്ചിട്ട് സാമൂതിരി അദ്ദേഹം ഒരു ടൈറ്റിൽ കൂടി, അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടാണ് ഈ ടൈറ്റിൽ ഉപയോഗിക്കുന്നത് പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്ന പട്ടത്തിലൊന്ന് കുന്നല കോനാതിരി എന്നുള്ളതാണ്.
ഈ പൊർലാതിരി എന്ന് പറയുന്ന അതിൻ്റെ ഈക്വലായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ പറയുന്ന കുന്നല കോനാതിരി. പൊറ, അളം, തിരി എന്നാണ് പൊർലാതിരി എങ്കിൽ, അതായത് മലയും അളവും കടലും ചേർന്നിട്ടുള്ള ആ ഭൂമിയുടെ ലോഡാണ് പൊർലാതിരി എങ്കിൽ, ഇദ്ദേഹം പിന്നീട് ഉപയോഗിക്കുന്ന കുന്നല കോനാതിരി എന്ന് പറയുന്നതും അതിന് സമാനമായിട്ടുള്ള ടൈറ്റിലാണ്. അത് തന്നെയാണ് സംസ്കൃതത്തിൽ ശൈലാബ്ദീശ്വരൻ എന്ന പേരിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്, സാമൂതിരി ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തോൽപ്പിച്ച പൊർലാതിരിയുടെ തന്നെ ഒരു ടൈറ്റിലിൻ്റെ മറ്റൊരു രൂപമാണ് സത്യത്തിൽ കുന്നല കോനാതിരി എന്ന രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് വ്യാപകമായിട്ട് അദ്ദേഹം പുന്തുറക്കോൻ എന്ന ടൈറ്റിൽ പോലെ വ്യാപകമായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. സാമൂതിരി ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടൈറ്റിലാണ് ഈ പറയുന്ന കുന്നല കോനാതിരി എന്ന് പറയുന്നത്. പൊർലാതിരിയെ തോൽപ്പിച്ചതിന് ശേഷം അതേപോലെയുള്ള സമാനമായിട്ടുള്ള ഇതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഒന്നുകിൽ കടലിൻ്റെയും കരയുടെയും അധിപൻ എന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന കടലിനും കരയ്ക്കും ഇടയിലുള്ള മലയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശത്തിൻ്റെ അധിപനെന്നോ ആവാം. മലയാളം എന്നത് തന്നെയാണ് ശൈലാബ്ദി എന്ന് പറഞ്ഞാലും കുന്നല എന്ന് പറഞ്ഞാലൊക്കെ അർത്ഥം മലയാളം എന്ന് തന്നെയാണ്. മലയാളത്തിൻ്റെ രാജാവ്, കേരളത്തിൻ്റെ രാജാവ് എന്ന അർത്ഥത്തിലാണ് സാമൂതിരി ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ടൈറ്റിൽ കൂടി അദ്ദേഹം ഈ പറയുന്ന കോഴിക്കോട് പിടിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാമൂതിരിയുടെ പേരുകളെല്ലാം ഇതുപോലെയാണ്, കുറേ തർക്ക വിഷയങ്ങളാണ്. സാമൂതിരി എന്ന് പേര് തന്നെ എങ്ങനെ വന്നു എന്നുള്ളത് ഇതുപോലെ തർക്ക വിഷയമാണ്. സമുദ്രഗിരി രാജയാണ് സാമുദ്രിയാണ് സാമൂതിരി ആയതെന്ന് പറയും. സ്വാമി തിരുമുൽപ്പാടാണ് സാമൂതിരി ആയതെന്ന് പറയും. ഇതിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ ഈ സാമൂതിരിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സാമൂതിരിയുടെ ടൈറ്റിലുകളെല്ലാം ഇങ്ങനെയാണ്. കുറേ പൂന്തുറക്കോൻ എന്ന പേരും ഇതുപോലെയാണ്. എന്താണ് പൂന്തുറ എന്ന് പറയുന്നത്, എന്താണ് തർക്കമുള്ള വിഷയമാണ്. അതൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂന്തുറ എന്ന് പറയുന്നത് ഒരു തുറമുഖമാണ്, തുറയാണ്, ഹാർബറാണ്. അത് പൂന്തുറ എന്ന് പറയുന്നത് കോഴിക്കോടിനെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാവും. ഞാനതിനെ ഒരു വ്യാഖ്യാനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് അറബി വാക്കായിട്ടുള്ള ബന്ദർക്കോൻ എന്ന് പറയുന്ന അറബിയും മലയാളവും ചേർന്നിട്ടുള്ള ഒരു വാക്കിൻ്റെ ഒരു പരിണിത രൂപമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഷാബന്ദർക്കോയയെ സാമന്തരക്കോയ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതുപോലെ ഈ പറയുന്ന ബന്ദർക്കോൻ എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ പൂന്തുറക്കോൻ എന്ന രീതിയിൽ മാറി വന്നതായിരിക്കും എന്നാണ് എനിക്കതേപ്പറ്റി പറയാനുള്ളത്. അങ്ങനെ സാമൂതിരിയുടെ ഈ ഒരു രീതിയിലുള്ള പേരുകൾ, പട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ വന്നതാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി സാമൂതിരി ഉയർത്തിക്കാണിക്കാൻ, അല്ലെങ്കിൽ കോഴിക്കോടുമായി ബന്ധിപ്പിച്ചിട്ട് അദ്ദേഹം ഉയർത്തിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കഥകളിൽ കേരളോൽപ്പത്തിയിൽ കാണുന്നതും, ഇത് കേരളോൽപ്പത്തിയിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഇബിൻ ബത്തൂത്ത ആവട്ടെ, അല്ലെങ്കിൽ അബ്ദുൾ റസാഖ് ആവട്ടെ, അവരൊക്കെ പറയുന്ന ഒരു കാര്യം, വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവാണ് സാമൂതിരി. നീതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടപ്പാവുന്ന ഒരു രാജ്യമാണ് കോഴിക്കോട്. ഇത് ഇവരുടെ റൈറ്റിങ്സിലെല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് വ്യാപാരികളോട് ഏറ്റവും സത്യസന്ധതയോടെ ഇടപെടുന്ന ഒരു രാജ്യം എന്ന ഒരു ഇമേജ് കോഴിക്കോടിന് അന്ന് തന്നെ അവർ, ആ മധ്യകാലത്ത് തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഈ കഥകളിൽ നിന്ന് മനസ്സിലാവും. കേരളോൽപ്പത്തിയുടെ 2 കഥകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏതാണ്ട് മനസ്സിലാവും. ഇവിടെയുള്ള ഒരു പാരമ്പര്യമാണ് കേരളോൽപ്പത്തി ഐതിഹ്യം എന്ന് പറയുന്നത്. അതിനകത്ത് 2 കഥകളുണ്ട്. ഒന്നൊരു ചെട്ടിയുടെ കഥയാണ്. ചെട്ടിയുടെ കഥ എന്ന് പറയുന്നത് ചോളമണ്ഡലക്കാരായിട്ടുള്ള ഒരു ചെട്ടിയാണ്. അദ്ദേഹം ഈ വഴിക്ക് കടലിലൂടെ പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കപ്പലിൽ നിറയെ സ്വർണ്ണമായിരുന്നു. അപ്പോൾ അത് കാരണം ഈ കപ്പൽ മുങ്ങുന്നുള്ള ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന തുറമുഖത്തേക്ക് അടുപ്പിക്കുകയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോഴിക്കോട്ട് തുറമുഖത്തേക്ക് കപ്പൽ അടുപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം സാമൂതിരിയെ കോവിലകത്തു ചെന്ന് കണ്ടു. ഈ കപ്പലിലുള്ള അധികം വരുന്ന സ്വർണം ഇവിടെ ഒന്ന് സൂക്ഷിക്കാനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞു. സാമൂതിരി ആ അനുമതി കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഇവിടെ അധികമുള്ള സ്വർണ്ണമൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് അദ്ദേഹം പോയി. ചെട്ടി വ്യാപാരത്തിന് പോയി. കുറേ നാളുകൾക്ക് ശേഷം ചെട്ടി തിരിച്ചു വന്നു. തിരിച്ചു വന്ന് അദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഈ പറയുന്ന സ്വർണ്ണം ഒരു ഭരണാധികാരിയെ, ഒരു രാജാവിനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്, ഇത് കിട്ടില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മുഴുവൻ സ്വർണവും സാമൂതിരി തിരിച്ചു നൽകി. അപ്പോൾ അതോടുകൂടി ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം അതിൻ്റെ പകുതി, ഈ പറയുന്ന സ്വർണത്തിൽ പകുതിയും സാമൂതിരിക്ക് കൊടുത്തു. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി എടുക്കാം, പകുതി എനിക്ക് മതി എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തു. പക്ഷേ സാമൂതിരി അത് നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ദ്രവ്യം നീ തന്നെ കൊണ്ടുപോയിക്കൊള്ളുക, അതിൽ നിന്നൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി ഇദ്ദേഹം അത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവാണെന്ന് ചെട്ടിക്ക് ബോധ്യമാവുകയും അദ്ദേഹം അവിടെ കച്ചവടം ചെയ്യാനുള്ള ഒരു അവകാശം വേണം എന്ന് പറയുകയും അങ്ങനെ കോഴിക്കോട്ട് ഒരു അങ്ങാടി കെട്ടുകയും അങ്ങനെ കോഴിക്കോട് സമ്പന്നമായ ഒരു നഗരമായി തീരുകയും ചെയ്തു എന്നാണ് ഈ കേരളോൽപ്പത്തി കഥയിൽ പറയുന്നത്. അദ്ദേഹം കെട്ടിയ കെട്ടിന് അംബരേശൻ കെട്ട് എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞ ആ കഥ അങ്ങനെ തുടരുക ചെയ്യുന്നത് കേരളോൽപ്പത്തി കഥയിൽ. മറ്റൊരു കഥയിൽ അറബി വ്യാപാരിയാണ് ഈ കഥയിലെ നായകനായിട്ട് വരുന്നത്. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കഥയൊക്കെയുണ്ട്. ഞാൻ ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ടത് മാത്രം പറയാം. അത് മസ്കറ്റുകാരനായിട്ടുള്ള അല്ലെങ്കിൽ മിസ്കിയത്തുകാരനായിട്ടുള്ള ഒരു അറബിയാണ്. അദ്ദേഹത്തിന് പിതൃസ്വത്തായിട്ട് കുറേ
സ്വർണം കിട്ടി. ഇതെല്ലാം കഥയിലും അങ്ങനെയാണ്. ഒരു കപ്പൽ നിറയെ സ്വർണം കിട്ടി. ഇങ്ങനെയാണ് കഥയുടെ ഒരു പാറ്റേൺ എപ്പോഴും അങ്ങനെയാണ്. സ്റ്റീരിയോടൈപ്ഡ്. അങ്ങനെ ഒരു കപ്പൽ നിറയെ അദ്ദേഹത്തിന് ഈ കുടുംബ സ്വത്തായിട്ട് കിട്ടിയ ഈ സ്വർണവുമായിട്ട് അദ്ദേഹം പല നാടുകൾ അന്വേഷിച്ച് പോവുകയാണ്. അദ്ദേഹത്തിന് വ്യാപാരം ചെയ്യാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു നാട് അന്വേഷിച്ചിട്ട് പോകുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കണമല്ലോ, വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണം. അതിന് അദ്ദേഹം ഒരു സൂത്രം പ്രയോഗിച്ചു. നമ്മളൊന്നും ഇന്നത്തെ സ്വർണ്ണവില വെച്ചിട്ട് ആ സൂത്രം ചെയ്യില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ സൂത്രം വളരെ സിമ്പിളാണ്. അതായത് ഒരു ഭരണിയിൽ ഒരു നിറയെ സ്വർണം വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അച്ചാർ പുരട്ടുക. എന്നിട്ട് ഓരോ നാട്ടിലെത്തുന്ന രാജാവിനെ കാണുമ്പോൾ അവർക്ക് ഇത് അച്ചാറാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്വർണം കൊടുക്കും, ഭരണി കൊടുക്കും. അപ്പോൾ ഇത് ആരാണോ സത്യം പറഞ്ഞത് സ്വർണ്ണമാണ് അച്ചാറല്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു നൽകുന്നത് ആ നാട്ടിൽ താമസിക്കാം എന്ന രീതിയിലാണ് വരുന്നത്. ഒരു നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല, ഈ പറയുന്ന സ്വർണം തിരിച്ചു കിട്ടിയില്ല. അവസാനം കോഴിക്കോട്ടെത്തി ഈ പറയുന്ന പൂന്തുറക്കോനും അദ്ദേഹം ഇതുപോലെ ഒരു ഭരണിയിൽ നിറയെ സ്വർണം വെച്ച് അതിൻ്റെ മുകളിൽ അച്ചാർ വരട്ടെ അച്ചാറാണ് എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. സാമൂതിരി ഇത് സ്വർണ്ണമാണെന്ന് കണ്ട ഉടൻ തന്നെ ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ തെറ്റിപ്പോയി, അത് അച്ചാറല്ല സ്വർണ്ണമാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി ഇദ്ദേഹത്തിന് ഈ പറയുന്ന അറബിക്ക് വളരെ സന്തോഷമായി. വളരെ സത്യസന്ധനമായ ഒരു രാജാവിനെ അവസാനം കണ്ടെത്താൻ പറ്റിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു, കോഴിക്കോട്ട് താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഷാ ബന്ദർ കോയ വന്നത്. അതായത് കോഴിക്കോട്ട് കോയ വന്നത് അങ്ങനെയാണ് എന്നാണ് ഈ കേരളോൽപ്പത്തി കഥ പറയുന്നത്. അതായത് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവാണ് സാമൂതിരി എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കുന്ന കഥകളാണ് നമ്മൾക്ക് കോഴിക്കോട്ടിനെ കുറിച്ചുള്ളത്. അതാണ് MGS ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു സത്യത്തിൻ്റെ നഗരം എന്ന രീതിയിലുള്ള ഒരു ഇമേജ് കോഴിക്കോടിന് ഇങ്ങനെയുള്ള കഥകളിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകളിലൊക്കെ കാണാം. വളരെ ജസ്റ്റിസ് നടപ്പാക്കുന്ന ഒരു നാടാണ് കോഴിക്കോട് എന്നൊരു ഇമേജ്. സ്വാഭാവികമായിട്ടും വ്യാപാരത്തിൽ സത്യസന്ധതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വളരെ സത്യസന്ധമായി കച്ചവടം ചെയ്താൽ മാത്രമേ അത് പൊലിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഇമേജ് ഉണ്ടാക്കുന്നത് കോഴിക്കോടിൻ്റെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഈ പറയുന്ന തരത്തിലുള്ള ഒരു കഥ ഒരു പക്ഷേ ഈ മധ്യകാലത്ത് വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ടാവുക. അത് നമുക്കറിയാം, ഇത് വെറും ഒരു കഥയിൽ പോകുന്ന ഒന്നല്ല. കാരണം വ്യാപാരത്തിൽ നമ്മൾ പിൽക്കാലത്ത് ഈ പറയുന്ന വാസ്കോഡ ഗാമയുടെ കാലത്തൊക്കെ അവരാവശ്യപ്പെടുന്നത് അവർക്ക് അവരുടെ വിലയ്ക്ക് സാധനം കൊടുക്കണം എന്നാണ്. അതായത് ഇപ്പം അത് സുഗന്ധവ്യഞ്ജനങ്ങളാവട്ടെ, കുരുമുളകാവട്ടെ, മറ്റെന്ത് വസ്തു ആവട്ടെ, അവരുടെ ഒരു വില നിശ്ചയിച്ചിട്ട് അതിന് കൊടുക്കണം എന്നാണ്. എന്നാൽ സാമൂതിരി പറയുന്നത് മാർക്കറ്റ് റേറ്റ് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ബാക്കിയുള്ള ആളുകൾ, അറബികൾ കച്ചവടം ചെയ്യുന്നത് പോലെ, മറ്റുള്ളവർ കച്ചവടം ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളാണ് ഇവിടെയുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്കിവിടെ കച്ചവടം ചെയ്യാമെന്നാണ് സാമൂതിരി പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമേജാണ് കോഴിക്കോടിനെ കുറിച്ച് നമുക്ക് മധ്യകാലത്ത് മുഴുവൻ ഉണ്ടാവുന്നതെന്ന് കാണാൻ പറ്റും. പിന്നെ കോഴിക്കോട് ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ബാക്കിയായിട്ടില്ല. ഈ മധ്യകാലത്തിൻ്റെ അവശിഷ്ടം എന്ന് പറയാൻ കുറച്ച് പേരുകളൊക്കെയാണ് ബാക്കിയായിട്ടുള്ളത്. പിന്നെ ഒരു മാനാഞ്ചിറ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇതൊക്കെ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. നമ്മുടെ അവിടെയുള്ള ഒരു വ്യാപകമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്ന ഒന്ന് കോവിലകങ്ങളായിരുന്നു. സാമൂതിരിയുടെ ഒരു കോവിലക സമുച്ചയം എന്ന് പറയുന്നത് മാനാഞ്ചിറയ്ക്കും തളിക്കും ഇടയിൽ അതിന് ചുറ്റും ആയിട്ടാണ് കോവിലകങ്ങൾ ഉണ്ടായിരുന്നത്. സാമൂതിരിയുടെ കോവിലകം മാത്രമല്ല, മറ്റ് അമ്പാടി കോവിലകം എന്ന് പറയുന്ന കോവിലുണ്ടായിരുന്നു. അതായത് തമ്പുരാട്ടിയുടെ, നെടുവിരിപ്പിൽ മൂത്ത കോവിൽ എന്നാണ് ആ മൂത്ത തമ്പുരാട്ടിയുടെ പേര്. അവരുടെ കോവിലകുണ്ട്. ഏറാൾപ്പാടിൻ്റെ കോവിലം, ഏറാമ്പിരി കോവിലകം എന്ന് പറയുന്ന കോവിലകുണ്ട്. താവഴികളുണ്ടായിരുന്നു. സാമൂതിരിയുടെ ഞാൻ പറഞ്ഞല്ലോ, സ്വരൂപം എന്ന് പറയുന്ന ഒട്ടനവധി താവഴികൾ ചേർന്നതാണ്. കിഴക്കേ കോവിലകുണ്ട്, പടിഞ്ഞാറേ കോവിലകുണ്ട്, പുതിയ കോവിലകുണ്ട്. ഈ 3 കോവിലകങ്ങളാണ് അവിടുത്തെ താവഴികൾ എന്ന് പറയുന്നത്. ആ താവഴിയിലെ ഏറ്റവും മൂത്ത ആളാണ് സാമൂതിരി ആവുന്നത്. അപ്പോൾ ആ കോവിലകങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കോഴിക്കോട് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. ഈ കോവിലകങ്ങളെല്ലാം പിന്നീട് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അത് ആദ്യം 1766 ഇത് കത്ത് നശിക്കുന്നത് കേട്ടോ. ഈ കോവിലകങ്ങൾ അതുവരെ മധ്യകാലത്തുണ്ടായിരുന്ന കോവിലകങ്ങൾ എന്ന് പറയുന്നത് 1766 കത്തി നശിക്കുക ചെയ്യുന്നത്. അത് ആദ്യം ഒരു പ്രാവശ്യം കത്തുന്നുണ്ട് കോവിലകം, പക്ഷേ അത് പൂർണ്ണമായും നശിച്ചിട്ടില്ല. കുറച്ച് ഭാഗം മാത്രം 1510 തോന്നുന്നു പോർച്ചുഗീസുകാരിവിടെ ആദ്യം കയറി വരുന്നുണ്ട്. അന്ന് അവർ ഈ പറയുന്ന കോവിലകത്തിന് തീ കൊളുത്തുന്നുണ്ട്. പക്ഷെ അന്ന് പിന്നെയും സാമൂതിരി കോവിലകം അത് പുനഃസൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് 1766 ഉണ്ടാവുന്ന ഈ ഒരു തീപിടുത്തത്തിൽ കോവിലകം പൂർണ്ണമായും കത്തി നശിക്കുക ചെയ്യുന്നത്. അതായത് പോർച്ചുഗീസ് ഡച്ച് പീരീഡിന് ശേഷമാണ് ഒരുപക്ഷെ ഈ പറയുന്ന അധികാരം ഇല്ലാണ്ടാവുന്നത്.
ആക്രമണോത്സവമാണ്. ഈ സാമൂതിരിയുടെ ഒരു മറ്റ് രാജാക്കന്മാരിൽ നിന്നുള്ള വലിയൊരു പ്രത്യേകത മധ്യകാലത്തുള്ളത്. വളരെ ആക്രമണോത്സുകമായ ഒരു പോളിസിയാണ്. അദ്ദേഹം ഈ പറയുന്ന ഏറനാടിൽ നിന്ന് വളരാൻ തുടങ്ങിയിട്ട് ഇത് കൊച്ചി വരെയും അദ്ദേഹത്തിൻ്റെ അധികാരം വ്യാപിപ്പിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ടും അദ്ദേഹം ഈ പറയുന്ന രീതിയിലുള്ള ഒരു പട ഏറ്റുമുട്ടിയിട്ടാണ് അദ്ദേഹം അധികാരം സ്ഥാപിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന മധ്യകാല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് പോർച്ചുഗീസുകാരൊന്നുമില്ല, എല്ലാവരുമായിട്ടും ഏറ്റുമുട്ടുന്നുണ്ട്. പിൽക്കാലത്ത് ഡച്ചുകാരായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. കൊച്ചിയായിട്ടുള്ള നിരന്തര സംഘർഷം കാണാം. വള്ളുവക്കൊനാതിരിയായിട്ടുള്ള ആ ഒരു സംഘർഷത്തിലാണ് മാമാങ്കത്തിലെ ചാവേറുകളൊക്കെ വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് സാമൂതിരി അവരുടെ അധികാരം ഇവിടെ ഉറപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അധികാരം ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത് അതിന് ഒരു പ്രധാന, എനിക്ക് തോന്നുന്നു അജ്മലൊക്കെ ഇനി അതിനെക്കുറിച്ചിട്ടാണ്, വ്യാപാരത്തെക്കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഈ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധാരണ എല്ലാവരും പറയുന്നൊരു തമാശയുണ്ട്. അത് ഈ ഡച്ചുകാർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുരുമുളക് വള്ളിയൊക്കെ കടത്തിക്കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു പൊതുവെ അവർ ഹോർത്തൂസ് മലബാറിക്കസ് ഒക്കെ ചെയ്ത ആളുകളാണല്ലോ. അപ്പോൾ അവരിവിടുന്ന് ഈ കുരുമുളക് വള്ളി ശേഖരിച്ച് കൊണ്ടുപോകുന്നതായിട്ടുള്ള വിവരം സാമൂതിരിയെ അറിയിക്കുന്നുണ്ട്. ഇതൊരു കഥയാണ് കേട്ടോ, വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കുരുമുളക് വള്ളിയെല്ലാം അവർ കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ട് ഇവിടെ മലബാറിലുള്ള കുരുമുളകിന് യാതൊരു ഡിമാൻഡും ഇല്ലാണ്ടാവും. കാരണം അവരിത് വളർത്തി അവിടെ കുരുമുളക് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഡിമാൻഡ് ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വിവരം സാമൂതിരിക്ക് കിട്ടിയപ്പോൾ സാമൂതിരി പറഞ്ഞത്, അവർ നമ്മുടെ വള്ളിയല്ലേ കൊണ്ടുപോകുന്നുള്ളൂ, കുരുമുളക് വള്ളിയാണല്ലോ കൊണ്ടുപോകുന്നത്, അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള തിരുവാതിര ഞാറ്റുവേലയൊന്നും കൊണ്ടുപോവില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് വളരെ ഇതായിട്ടുള്ള ഒരു കഥ. അതായത് തിരുവാതിര ഞാറ്റുവേലയിലാണ് സാധാരണ കുരുമുളക് വള്ളിയൊക്കെ വെക്കാറുള്ളത്. കൃഷി എന്ന് പറയുന്ന കൃഷി ഗീതയിലൊക്കെ പറയുന്നുണ്ട് അന്നാണ് കുരുമുളക് വള്ളി വെക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ഈ ക്ലൈമറ്റിലേ ഇവിടെ എന്തുണ്ടാവുള്ളൂ, ഈ പറയുന്ന കുരുമുളക് ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് അത് മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ ഇതിന് സമാനമായ മറ്റ് സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയിട്ട് മലേഷ്യയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇന്തോനേഷ്യയിലൊക്കെ കൊണ്ടുപോയി ഇത് വളർത്തുമെന്ന് ഒരു പക്ഷേ അന്ന് സാമൂതിരി വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഡച്ചുകാരിങ്ങനെ അവരുടെ മറ്റ് ഏരിയകളിലേക്കൊക്കെ ഇത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സാമൂതിരിയുടെ ഒരു മധ്യകാല ഒരു പൊളിറ്റിക്സ് ഇങ്ങനെയാണ്, വളരെ സംഘർഷാത്മകമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ സാഹിത്യ നഗരം എന്നൊക്കെ വിളിക്കുന്നത്, പിൽക്കാലത്ത് മാത്രമല്ല ഈ സാമൂതിരിയുടെ കാലത്തും വളരെ സാഹിത്യത്തിനൊക്കെ വളരെ പ്രോത്സാഹനം നൽകിയിരുന്നു. പട്ടത്താനം എന്ന് പറയുന്ന ഒരു തളി ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരുന്ന ഒരു പണ്ഡിതന്മാരെയും കവികളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് പട്ടത്താനം എന്ന് പറയുന്നത്. അത് നടത്തിയിരുന്നു. അവരുടെ ശാസ്ത്ര വിൽപ്പത്തിയൊക്കെ നോക്കി അവർക്ക് ഈ പറയുന്ന സ്ഥാനം കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ചടങ്ങുകൾ കൂടെ ഉണ്ട്. അതായത് വിജ്ഞാനത്തിൻ്റെ കൂടി ഒരു കേന്ദ്രമാണ്, അധികാരത്തിൻ്റെ മാത്രം ഒരു കേന്ദ്രമല്ല. പിന്നെ കൃഷ്ണനാട്ടം പോലെയുള്ള ഒരു കല പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇങ്ങനെ സാംസ്കാരികമായി കൂടി വളരെ ഔന്നിത്യത്തിലേക്ക് ഈ പറയുന്ന കോഴിക്കോടിനെ കൊണ്ടുപോകാനും ഈ സാമൂതിരിയുടെ കാലത്ത് കഴിയുന്നുണ്ട്. എന്തായാലും 1766 പിന്നെയും സാമൂതിരി ഇവിടെ തുടരുന്നുണ്ട്. പക്ഷേ സ്വതന്ത്രമായിട്ടുള്ള ഭരണാധികാരം എന്ന് പറയുന്നത് 1766 ഹൈദരാലിയുടെ മൈസൂരിൻ്റെ ആക്രമണത്തോടുകൂടി അവസാനിക്കുകയും ചെയ്തത്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം, സാമൂതിരി എന്ന് പറയുന്നത് അവരുടെ ഉദ്ദണ്ഡ ശാസ്ത്രി എന്ന് പറയുന്ന കവിയൊക്കെ അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന കവിയാണ് ഉദ്ദണ്ഡ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ കോകില സന്ദേശം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കൃതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മല്ലികമാരുതം എന്ന് പറയുന്ന ഒരു സംസ്കൃത കൃതിയിൽ പറയുന്നത്, ഈ പറയുന്ന സാമൂതിരി വംശം അഗ്നികുലത്തിൽപ്പെട്ടവരാണ് എന്നാണ് അതിൽ പറയുന്നത്. അതായത് അഗ്നികുലത്തിൽപ്പെട്ടവരാണ് സാമൂതിരിമാരെന്നുള്ള ഒരു അവകാശവാദം ഈ പറയുന്ന കൃതിയിൽ കാണാം, മല്ലികമാരുതത്തിൽ കാണാം. ഇങ്ങനെ അഗ്നികുലത്തിൽപ്പെട്ട ഈ പറയുന്ന സാമൂതിരി വംശം അഗ്നിയിൽ തന്നെ ഒടുങ്ങി എന്നേ പറയാനുള്ളൂ. സാമൂതിരി സ്വന്തം കോവിലകത്തിന് തീ കൊളുത്തിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് 1766 ചെയ്തത്. നന്ദി. ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ മാനാഞ്ചിറ മൈതാനം ഉണ്ടല്ലോ, ഇത് എപ്പോഴാണ്, അല്ല മാനാഞ്ചിറ കുളം, ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇത് കുഴിച്ചത്? എന്നോട് പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിയാറില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു സാറേ, ഈ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, ഒരു വീഡിയോ ഉണ്ട് വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന. ചിലര് ടിപ്പു സുൽത്താനാണെന്ന് പറയും, അതെ അതെ, ചിലര് സുൽത്താനാണെന്ന് കുഞ്ഞിമുപ്പൻ മോനാളിയാന്ന് പറയും. വാസ്തവത്തിൽ ഞാൻ ആ സമയത്ത് എഴുതണം എന്ന് വിചാരിച്ചാണ്. പിന്നെ ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാവും തോറും മറുപടി എഴുതാൻ തുടങ്ങിയാൽ ഇത് തന്നെ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എന്നോട് വാസ്തവത്തിൽ ആ കാലത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ആ രേഖകൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് 18ാം നൂറ്റാണ്ടിലുള്ള രേഖകളിൽ അതിനു മുന്നേ തന്നെ ഈ മാനാഞ്ചിറയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. മാനാഞ്ചിറ കുളത്തിൻ്റെ വശത്തുകൂടി പടിഞ്ഞാറ് ഭാഗത്തുകൂടി പോയി വരക്കലേക്ക് പോയ ഒരു
ഒരു രേഖ 1741 1741 ഒരു രേഖയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അത് അവിടെ ആ സമയത്ത് സ്ഥാപിച്ചു എന്നല്ല, നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറയാൻ പറ്റും. സാമൂതിരി മാനാഞ്ചിറയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി നടവഴിയിലൂടെ നടന്നു പോയി എന്ന് പറയുന്ന രേഖ കുട്ടിച്ചെഴുന്നള്ളത്ത് രേഖയാണ്. 1741 ഒരു കുട്ടിച്ചെഴുന്നള്ളത്ത് രേഖയിൽ ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാനാഞ്ചിറ അവിടെയുണ്ട്. നമുക്ക് ഇതിനു മുമ്പേ ഉള്ള വിദേശ സഞ്ചാരികളുടെ കുറിപ്പിൽ ഇതേപോലെ കാണാം. അദ്ദേഹത്തിൻ്റെ കോവിലകത്തോട് ചേർന്ന് ഒരു ഈ പറയുന്ന ചിറയുണ്ട്, ഒരു പോണ്ട് ഉണ്ട് എന്നുള്ളത് വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകളിലുണ്ട്. ഇങ്ങനെ നമുക്ക് വ്യക്തമായ സൂചനകൾ ഈ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാണ്. ഈ കോവിലകം കോംപ്ലക്സിനെ കുറിച്ചുള്ള ഒരു വിവരം നമുക്ക് ഈ പറയുന്ന എഴുന്നള്ളത്ത് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം ഈ പറയുന്ന പൊന്നാനിയിൽ നിന്ന് കുട്ടിച്ചെഴുന്നള്ളി വരുമ്പോൾ കല്ലായി പുഴ മുതൽ അദ്ദേഹം കടന്നു വരുന്ന ഓരോ വഴികളും ഈ പറയുന്ന രേഖയിൽ പറയുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങി, വേരമ്പിലാക്കിൽ ഇറങ്ങി, അശോകത്തിങ്കൽ ഇറങ്ങി, എന്നിട്ട് തളിയിലേക്ക് തിരിഞ്ഞുപോയി, അല്ലെങ്കിൽ പുതിയ കോവിലകത്തേക്ക് പോയി എന്ന് പറഞ്ഞ് ഓരോന്നും, കഞ്ഞിപ്പുര എവിടെയാണ്, അത് എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടാണ് എൻ എൻ നമ്പൂതിരി സാറ് ഏകദേശം കോഴിക്കോടിൻ്റെ സാമൂതിരിമാരുടെ കുലനഗരം എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയത് ഇത് വെച്ചിട്ടാണ്. ഈ രേഖ വെച്ചാൽ നമുക്ക് ഏതാണ്ട് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാവും. അതായത് മാനാഞ്ചിറയും ആ പരിസരങ്ങളുള്ള ഈ സാമൂതിരിയുടെ കോവിലകം കോംപ്ലക്സിനെ കുറിച്ച്, ഈ ത്രിവിക്രമപുരത്ത് അമ്പലം, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്കതിൽ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മാനാഞ്ചിറ എന്ന് പറയുന്നത് ഈ പറയുന്ന കാലത്ത് 18-ാം നൂറ്റാണ്ടിൽ ആദ്യം തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് രേഖകളിൽ തന്നെ ഉണ്ട്. അത് ടിപ്പു സുൽത്താൻ കുഴിച്ചതാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇത് പിൽക്കാലത്ത് റിനോവേറ്റ് ചെയ്യുന്നതിന് വിരോധമില്ല. ഒരു കുളം അല്ലെങ്കിൽ ഒരു ചിറ എന്ന് പറയുന്നത് ഒരു പക്ഷേ പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, റിനോവേറ്റ് ചെയ്യുന്നുണ്ടാവാം. അത് സ്വാഭാവികമായിട്ടും ഡിസ്യൂസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ അത്ര ഉപയോഗിക്കാതെ പോകുമ്പോൾ അത് വീണ്ടും ഒന്ന് റിനോവേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മറ്റേത് സാമൂതിരിയുടെ കാലത്ത് തന്നെയുള്ളതാണ് മാനാഞ്ചിറ എന്ന് പറയുന്ന കുളം. ചരിത്ര രേഖകൾ പ്രകാരം സാമൂതിരിയുടെ പീരീഡ് ഇപ്പോൾ ഏതായിരിക്കും വരിക? 9-ാം നൂറ്റാണ്ട് ടു 12-ാം നൂറ്റാണ്ട് ഏറനാട് ഉടയവരെ കുറിച്ച് പറയുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന പോലെ പൊർലാതിരി അങ്ങനെയുള്ള യുദ്ധത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് കൂടുതലായിട്ട് പിന്നെ നമുക്ക് വിശ്വസ്തമായിട്ട് സ്വീകരിക്കാൻ യോഗ്യമായിട്ടുള്ളത്? പോർലാതിരിയുടെ യുദ്ധത്തിൽ കാലം പറയുന്നില്ല, അത് കേരളോൽപ്പത്തിയാണ്. സ്വാഭാവികമായിട്ട് അതിൽ കാലം പറയുന്നില്ല. നമ്മൾ ഇതിൽ നിന്ന് കാലം ഗണിച്ചെടുക്കുന്നത് പൊതുവെ എല്ലാ സ്വരൂപങ്ങളുടെയും കാലം എന്ന് പറയുന്നത് ചേരകാലത്തിന് ശേഷമാണ് എന്ന് പറയുന്നത് കൊണ്ട് 1124 വരെയാണ് ചേരകാലം എന്ന് MGS ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അവസാനത്തെ ചേര പെരുമാളുടെ കാലമായിട്ട് അദ്ദേഹം കാണുന്നത് 1122 അല്ലെങ്കിൽ 24 വരെയൊക്കെയാണ് മാക്സിമം പോവുക. അപ്പോൾ ആ 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തൊട്ട് സ്വരൂപങ്ങളാണ് അല്ലെങ്കിൽ ഈ നാടുകളാണ് തന്നെയാണ് പിൽക്കാലത്തെ സ്വരൂപങ്ങളായിട്ട് വളർന്നു വരുന്നത്. ആ നാടുകളുടെ വളർച്ചയാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് 1200 തൊട്ടെങ്കിലും, അതായത് 13-ാം നൂറ്റാണ്ട് തൊട്ടെങ്കിലും സാമൂതിരിയുടെ വളർച്ച ഉണ്ടാവും എന്ന് പറയുന്നത്. നമുക്ക് കൃത്യം അറിയാത്തതുകൊണ്ടാണ് സുമാർ എന്ന് പറയുന്നത്. സുമാർ 13-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ സാമൂതിരിയുടെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏത് കാലത്ത് കൃത്യമായി കോഴിക്കോട് പിടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ MGS നാരായണനെ പോലുള്ള ആളുകൾ മുച്ചുന്തി പള്ളിയുടെ ഒരു ലിഖിതമുണ്ട്, പൂന്തുറക്കോൻ കൊടുത്തിട്ടുള്ള ഒരു ദാനമാണ്. അത് 13-ാം നൂറ്റാണ്ടിലായിരിക്കും. അതിൻ്റെ ഒരു എഴുത്ത് ശൈലിയൊക്കെ വെച്ചിട്ട് ആ ലിഖിതത്തിൻ്റെ കാലം ഏതാണ്ട് 13-ാം നൂറ്റാണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കോഴിക്കോട് പൂന്തുറക്കോൻ വന്നതിന് ശേഷമാവണല്ലോ അവിടെ പള്ളിക്ക് സ്ഥലങ്ങൾ കൊടുക്കുന്നത്. ഈ പറയുന്ന മുച്ചുന്തി പള്ളിയിൽ ഇപ്പോഴുള്ള ലിഖിതമാണ് മുച്ചുന്തി പള്ളി ലിഖിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 13-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കോഴിക്കോട്ടിൻ്റെ അധികാരിയായിട്ട് ഈ പറയുന്ന സാമൂതിരി മാറിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പൂന്തുറക്കോൻ മാറിയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കാനേ നിർവാഹമുള്ളൂ. മറ്റേ ഈ ഞാൻ പറഞ്ഞ കാലത്തിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവും കഥകളിൽ, ഐതിഹ്യത്തിൽ. കൃഷ്ണദേവരായരെയാണ് ഈ പറയുന്ന മാനിച്ചനും വിക്കിരനും സഹായിക്കുന്നതായിട്ട് ഈ കഥയിൽ പറയുന്നത്. കൃഷ്ണദേവരായരുടെ കാലം എത്രയോ, അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ക്രൊണോളജി അത് സ്വാഭാവികമാണ്. ഈ ആളുകളുടെ കാഴ്ചപ്പാടിൽ ക്രൊണോളജി പെടില്ല. ഒരു ടെലിസ്കോപ്പിക് വ്യൂ എന്ന് ആനന്ദിനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ പറയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ കാണും, ഇങ്ങനെ പാസ്റ്റ് നോക്കുമ്പോൾ അവർക്ക് കൃത്യം ക്രൊണോളജി അനുസരിച്ചല്ല നോക്കുക. ഒരു ദൂരദർശിനി കാഴ്ചയിൽ കാണുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അടയാളപ്പെടുത്തും. അപ്പോൾ അവിടെ മുഹമ്മദ് നബിയെ കാണും, ശങ്കരാചാര്യരെ കാണും, കൃഷ്ണദേവരായരെ കാണും. പക്ഷേ ഇതെല്ലാം കോൺട്രഡിക്ഷണലായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാലം തെറ്റിയിട്ടൊക്കെ അവർ പറഞ്ഞു പോകും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾക്ക് ഇന്നുള്ള അറിവ് വെച്ച് ഏകദേശം പറയാം 13-ാം നൂറ്റാണ്ട് തൊട്ടെങ്കിലും ഈ പറയുന്ന കോഴിക്കോടിൻ്റെ
അധികാരിയായിട്ട് സാമൂതിരി വന്നിട്ടുണ്ടാവുന്നു. അത് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം, നമുക്ക് മറ്റ് തെളിവുകൾ വേണം. എനിക്ക് തോന്നുന്നു ആവളയിൽ നിന്ന് ഈയിടെ കൃഷ്ണരാജ് കണ്ടെത്തിയിട്ടുള്ള അതിനകത്ത് മാനവിക്രമൻ എന്നുള്ള ഒരു പേര് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു കാലവും കൃഷ്ണരാജ് ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കോഴിക്കോടിൻ്റെ പരിസരങ്ങളിലേക്കുള്ള അധികാരം അദ്ദേഹത്തിന് വരുന്നുണ്ട്. പോർലാതിരിയുടെ അധികാരവും ഇതും തമ്മിലുള്ള അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം മറ്റ് രേഖകളിൽ പോർലാതിരിയുടെ അധികാരം എന്നാണ് അവസാനിക്കുന്നത് നമുക്ക് അറിയാത്തിടത്തോളം കാലം അറിയില്ല. പക്ഷേ പോർലാതിരി വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവാണെന്ന് കേരളോൽപ്പത്തി വായിച്ചാൽ മനസ്സിലാവും. പോർലാതിരിയിൽ എടുത്ത് വളരെ ഉയർന്ന നിലയിൽ ഈ പറയുന്ന നെടിയിരുപ്പിൻ്റെ തന്നെ കേരളോൽപ്പത്തിയിൽ അദ്ദേഹത്തെ വളരെ ഉയർന്ന നിലയിലാണ് പ്രശംസിക്കുന്നത് കാണുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷേ പാരമ്പര്യമുള്ള ഒരു രാജാവായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അതില്ല. ഈ 48ഉം 18ഉം ഒക്കെ സാധാരണഗതിയിൽ ഉള്ള ഒരു സംഖ്യ എന്നേ അർത്ഥമുള്ളൂ. അത് ഒരു അങ്ങനെയാണല്ലോ പണ്ട് പറയുമ്പോൾ പറയുന്നത്. അതായത് അതിൽ 48 എന്നല്ല പറയുക, പിന്നെ 4 പന്തിരാണ്ട് കാലം എന്നാണ് ആ കഥയിൽ പറയുന്നത്. 4 പന്തിരാണ്ട് കാലം അങ്ങനെ അവിടെ പന്നിയങ്കരയിൽ ഇരുന്ന് യുദ്ധം ചെയ്തു എന്നാണ് കേരളോൽപ്പത്തിയിൽ പറയുന്നത്. അപ്പോൾ 12 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതൊക്കെ ഒരു ഒരു സീക്രട്ട് നമ്പർ എന്നുള്ള അർത്ഥത്തിൽ മാത്രം കാണാനേ പറ്റുള്ളൂ. അത് കുറച്ചു കാലം, ദീർഘകാലം എന്ന അർത്ഥത്തിൽ അന്ന് ഉപയോഗിക്കും എന്നേ ഉള്ളൂ. സാമൂതിരിക്ക് സ്വന്തമായിട്ട് നാണയങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായിട്ട് അറിവുണ്ടോ? സാമൂതിരിക്ക് നാണയം ഉണ്ടായിരുന്നു. വീരരായൻ പണം എന്ന് പറയുന്ന പണം, അതായത് സ്വർണ്ണ നാണയമാണ് പണം എന്ന് പറയുന്നത്. അത് കോലത്തിരിയും പണം അടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ വീരരായൻ പണം എന്ന് പറയുന്ന സ്വർണ്ണ നാണയം, അത് എനിക്ക് തോന്നുന്നു ഈ മ്യൂസിയത്തിലുണ്ട്. നമ്മുടെ മ്യൂസിയത്തിൽ തന്നെ വീരരായൻ പണമുണ്ട്, സ്വർണ്ണ നാണയം. ഓക്കെ. പിന്നെ തേരം, പിന്നെ അതല്ലാതെ ഈ അദ്ദേഹത്തിന് താരം എന്ന് പറയുന്ന മറ്റൊരു നാണയമുണ്ട് ഇവിടെ. താരം എന്ന് പറയുന്നത് അത് ഇതിൻ്റെ 16-1 ഈ സ്വർണ്ണ നാണയത്തിൻ്റെ 16-1. 16 താരം ചേർന്നാൽ ഒരു പണമാകും. അത്തരത്തിലുള്ള നാണയമുണ്ട്. സാറേ, അല്ല, തളിക്ഷേത്രം എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുള്ള ദേവസ്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ കേരളോൽപ്പത്തിയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അത് രസകരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ഇതിൻ്റെ ഊരാളന്മാരെയൊന്നും അങ്ങനെ മാറ്റാറില്ല. ഈ കഥയിൽ പറയുന്നത് തളിയുടെ ഊരാളന്മാരായിരുന്ന ആളുകളെ വെട്ടിക്കൊന്നു എന്നാണ്. എന്നിട്ട് ആണ് പുതിയ ആളുകളെ അവിടെ നിയമിച്ചതെന്ന് ഇതേ കേരളോൽപ്പത്തിയിലാണ് പറയുന്നത്. സാമൂതിരിയുടെ തന്നെ കേരളോൽപ്പത്തിയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതായത് നേരത്തെ ആരുടെയോ അണ്ടറിലായിരുന്നു അതുണ്ടായത് എന്ന് വേണം വിചാരിക്കാൻ. എന്നിട്ട് പുതിയ ആളുകളുടെ അണ്ടറിലേക്ക് അത് വന്നു എന്ന് വേണം ആ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ. പിന്നെ കേരളത്തിലെ വളരെ പ്രബലമായൊരു രാജവംശമായിരുന്നു. അറേബ്യൻ നാടുകളുമായിട്ട് പിന്നെ കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്ന ധാരാളം സമ്പത്ത് വന്നൊരു സ്ഥലമാണ് സാമൂതിരിയുടെ കോഴിക്കോട്. അതേസമയം അത്രയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തിരുവനന്തപുരവും കൊച്ചിയൊന്നും അത്രയും വരുന്നില്ല. എന്നിട്ടും അവിടെ ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട്, കൊട്ടാരങ്ങളും ഒക്കെ ആയിട്ട്. കോഴിക്കോട് നമുക്ക് നോക്കുമ്പം ഒരു തടാകമുണ്ട്, മാനാഞ്ചിറ എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം എന്നുള്ളത് ഒരു ചോദ്യം. വേറെ ഒന്ന്, 1766 ഇവിടെ സാമൂതിരിയുടെ ഭരണം അവസാനിക്കുകയാണ്. എന്നിട്ടും ഇപ്പോഴും അതിനുശേഷം പിന്നെ ബ്രിട്ടീഷുകാരാണ് വരുന്നത്. കാരണം ഇന്ത്യൻ യൂണിയൻ വരുമ്പം മറ്റ് നാട്ടുരാജ്യങ്ങൾ ലയിച്ച പോലെയല്ല, കോഴിക്കോട് സ്വാഭാവികമായിട്ട് അങ്ങ് ഇന്ത്യൻ യൂണിയനിലേക്ക് വരികയാണ് ചെയ്തത്. എന്നിട്ടും ഇതിനെ സാമൂതിരിയുടെ നാട് എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നും ഈ 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. രണ്ടും സമാന ചോദ്യങ്ങളാണ്. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച അതായിരുന്നു. അതായത് സാമൂതിരി എന്ന് പറയുന്ന ഒരാളുടെ ഈ കെട്ടിടങ്ങൾ ഇവിടെ അവശേഷിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ്? കോവിലക സമുച്ചയം മുഴുവൻ കത്തിപ്പോയി. കത്തുകയല്ല, സാധാരണ നിലയിൽ കത്തുകയല്ല ചെയ്തിട്ടുള്ളത്, അത് കത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെടിമരുന്ന് പുരയ്ക്ക് തീ കൊളുത്തിയിട്ട് സാമൂതിരി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആത്മാഹൂതി ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല, ഈ അദ്ദേഹത്തെ ഈ ഹൈദരാലിയുടെ കൂടെ വന്ന ഒരു ഫ്രഞ്ച് സൈനികനുണ്ട്, MMDLT എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ലഭ്യമാണ്. അതിൽ പറയുന്നുണ്ട് ഹൈദർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോവിലകം കത്തുമ്പോൾ അത് കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പരാജയപ്പെടുക ചെയ്തത്, മുഴുവൻ കത്തിപ്പോവുകയാണ് ചെയ്തത് എന്നുള്ളത്. കാരണം ആ സമയത്ത് ഹൈദരയുടെ സൈന്യം ഇതിന് മുഴുവൻ ഈ കോട്ടയ്ക്ക് ചുറ്റും ആയിട്ട് അവർ താവളം അടിച്ചിരുന്നു. സാമൂതിരി തന്നെ ഭയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം അവിടെ താവളം അടിച്ചിട്ടുള്ള 12 ലക്ഷം പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം കൊടുക്കാനുള്ള 12 ലക്ഷം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈദർ വന്നിട്ടുള്ളത്. ഇത് കൊടുക്കാനുള്ള ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ടും, മാത്രമല്ല ഏറാൾപ്പാടൊക്കെ അന്നേരം യുദ്ധം ചെയ്യുകയാണ്. പടിഞ്ഞാറെ കോവിലകം
തുടർന്നും ഈ മൈസൂരിൻ്റെ കാലത്ത് നിരന്തരമായി യുദ്ധം ചെയ്യുന്നുണ്ട്. സാമൂതിരി കീഴടങ്ങിയതോടുകൂടി അവർ കീഴടങ്ങുന്നില്ല. പടിഞ്ഞാറെ കോവിലകത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ തിരിച്ചടികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറാൾപ്പാടിനെ ഇദ്ദേഹത്തിന് നിയന്ത്രിക്കാനും കഴിയുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഈ പറയുന്ന കീഴടങ്ങാൻ തയ്യാറാവുന്നുണ്ട്, സാമൂതിരി തയ്യാറാവുന്നു. പക്ഷേ മറ്റ് രാജാക്കന്മാരും തമ്പുരാക്കന്മാരൊക്കെ അത് എതിർക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘർഷത്തിന് ഒടുവിലാണ് അദ്ദേഹം ഇത് കത്തിച്ച് നശിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ട്, നമ്മൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും കാണുന്ന പല ബിൽഡിങ്ങുകളും പിൽക്കാലത്ത് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകൾ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങാണ്. സാമൂതിരിയുടെ അധികാരി 1766 തന്നെ അവസാനിച്ചതോടുകൂടി സ്വാഭാവികമായിട്ടും പിന്നീട് അവരുണ്ടാക്കുന്ന കോവിലകം മാങ്കാവിൽ, അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലാണ് പിന്നെ അവരുണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ കോവിലകങ്ങളൊക്കെ അവർ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം, അന്ന് ബ്രിട്ടീഷുകാരുമായിട്ട് 1792 കരാറുണ്ടാക്കുമ്പോൾ പെൻഷൻ, മാലികാന അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവരുടെ പ്രോപ്പർട്ടിയിൽ എസ്റ്റേറ്റ്, കുറച്ച് കേസുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും സാമൂതിരിക്ക് ഉണ്ടായിരുന്ന കുറേ എസ്റ്റേറ്റുകൾ നോക്കി നടത്താനുള്ള അധികാരം കൊടുക്കുന്നു. തളി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പല ദേവസ്വങ്ങളുടെയും അധികാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഇത് പോകുന്നത്. അതുകൊണ്ട് സാമൂതിരി 1766 ഓൾ ടുഗദർ അപ്രത്യക്ഷമായി എന്നൊന്നും അതിനർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ഭരണാധികാരം ആണ് അവസാനിക്കുന്നത്. അദ്ദേഹം പിന്നീടും കൊട്ടിച്ചെഴുന്നള്ളത്ത് പിന്നീട് നടക്കുന്നുണ്ട്. പട്ടത്താനം പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ സാമൂതിരി എന്ന് പറയുന്ന രാജാവ് മാത്രമല്ല അദ്ദേഹം അപ്പോഴും ഒരു റിച്വൽ അതോറിറ്റി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. വൈദികന്മാരെയൊക്കെ അദ്ദേഹം ഈ അടുക്കള ദോഷം ശങ്കിക്കുമ്പോൾ കത്ത് കൊടുക്കുന്ന സാമൂതിരിയാണ്. അപ്പോൾ അദ്ദേഹത്തെ അപ്പോഴും ഒരു റിച്വൽ ഒരു അതോറിറ്റി ആയിട്ട് കാണുന്നുണ്ട്. ഈ പറയുന്ന 1947 വരെയും അദ്ദേഹത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അധികാരം ഇല്ലാണ്ടാവുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനൊരു കിങ് എന്നുള്ള നിലയിലുള്ള അവരുടെ ലെറ്റർ വായിച്ചാൽ മതി. ഈ പറയുന്ന കോഴിക്കോടിന് അയക്കുന്ന കത്തുകളിലൊക്കെ വളരെ ഇതായിട്ടാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. സാമൂതിരിയെ മഹാരാജ ബഹാദൂർ അവർകൾ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു രാജപദവി അദ്ദേഹത്തിന് അപ്പോഴും തുടരുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ കൊച്ചിയിലുണ്ട്, ഇവിടെ ഇല്ല. അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിൽക്കാലത്ത് കൊളോണിയൽ ബിൽഡിങ്ങുകൾ ഉൾപ്പെടെ നമുക്ക് കൊച്ചിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന തിരുവിതാംകൂറിലോ കാണാം. കോഴിക്കോട്ടത് കാണുന്നില്ല. പിന്നീട് ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഈ കോവിലകം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ പിന്നീട് ഒന്നും നിർമ്മിക്കാനോ പ്രിസർവ് ചെയ്യാനോ പറ്റുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ കോവിലകങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിലാണ് പിന്നീട് ഉണ്ടായി വരുന്നത്. അതാണ് എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഒറ്റ ക്വസ്റ്റ്യനും കൂടി നമുക്ക് എടുക്കാം. സാറ് നേരത്തെ കേരളോൽപ്പത്തിയിലുള്ള സാമൂതിരിയുടെ കഥകളും ഭഗവതിയെ ഭഗവതി പ്രസാദിച്ചതുമായിട്ടൊരു കാര്യം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ വളയനാട് ക്ഷേത്രത്തിൻ്റെ കഥയുള്ളത്. കാരണം അന്ന് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഭഗവതി ഒരു വളഞ്ഞു, അതിൻ്റെ പിന്നാലെ വന്ന് അത് വീണ സ്ഥലമാണ് ക്ഷേത്രം സ്ഥാപിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതാണ് വളയനാട് എന്ന് പറഞ്ഞത് എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. ഇതുമായി അങ്ങനെ വല്ലതും പരാമർശമുണ്ടോ? വളയനാട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചരിത്രത്തിൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒന്നാണ്. വളനാട് എന്ന് പറയുന്നത് ചേരകാലത്തെയുള്ള ഒരു ഭൂമി, ഒരു റവന്യൂ ഇതാണ് വളനാട് എന്ന് പറയുന്നത്. രാമവളനാട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാമനാട്ടുകരയുടെ പഴയ നാടിൻ്റെ പേര് രാമവളനാട് എന്നാണ്. അപ്പോൾ വളനാട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നേരത്തെ മധ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു റവന്യൂ ഡിവിഷനാണ് വളനാട്. അപ്പോൾ അതുകൊണ്ട് ഈ വളനാടാണ് വളയനാടാവാനുള്ള സാധ്യത. കഥയിൽ വളയനാട് മാത്രമല്ല ഒട്ടനവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇതുണ്ട്. ചിലതിൽ ഇത് പോർക്കൊല്ലിയാണ് പറയുന്നത്. മറ്റേ കഥകളെല്ലാം തിരുമാന്താംകുന്ന് ഭഗവതിയാണ് പറയുക. തിരുമാന്താംകുന്ന് വള്ളുവനാടിനെ ജയിക്കാൻ വേണ്ടി തിരുമാന്താംകുന്ന് ഭഗവതിയെ ഭജിച്ചു. അങ്ങനെ തിരുമാന്താംകുന്ന് ഭഗവതിയെ ഭജിച്ചിട്ട് അവരെ പ്രീതിപ്പെടുത്തിയിട്ടാണ് വള്ളുവക്കൊനാതിരി ജയിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ചിലതിൽ പറയും ഭഗവതി അപ്രത്യക്ഷമായത് വാതിലിലേക്കാണ്. ഈ പോർക്കൊല്ലിയിലും അത് പറയുന്നുണ്ട്. ഇതേപോലെ ഭഗവതി പ്രത്യക്ഷമായി അവസാനം അപ്രത്യക്ഷമാവുന്നത് വാതിലിലാണ്, വളയത്തിലല്ല, വാതിലിലേക്ക് അപ്രത്യക്ഷമായി. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ വാതിൽ തന്നെ കുത്തിപ്പൊളിച്ചെടുത്തിട്ട് പിന്നീട് അതും കൊണ്ടാണ് സാമൂതിരി നടക്കുന്നത്. അതാണ് വാതിൽ മാറാടി എന്ന് പറയുന്ന ഒരു റോയൽ ഇൻസിഗ്നിയ, വാതിലിൻ്റെ രൂപത്തിലുള്ള ഒരു ഇൻസിഗ്നിയായിട്ടാണ് പിന്നീട് എല്ലാ ഘോഷയാത്രയിലും ഇദ്ദേഹം നടക്കുന്നത്. വാതിൽ മാറാടി എന്ന് പറയുന്നത്, അതായത് വാതിൽ തന്നെ അവിടെയാണ് ഈ പറയുന്ന ഭഗവതിയുടെ സാന്നിധ്യം എന്ന് സങ്കല്പിച്ചിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കഥകളുണ്ട്. ഇവിടെ മാങ്ങാട്ടച്ഛൻ ഇവിടെ കോഴിക്കോട് വന്നിട്ട് പിന്നെ ഭഗവതി ഇവിടെ നിർത്തിയത് കൊണ്ടാണ് ഇതിന് എന്തുണ്ടായത്, ഈ പറയുന്ന ഈ സമ്പന്നത ഉണ്ടായതെന്ന് പറയുന്ന കഥയുണ്ട്. അത് മാങ്ങാട്ടച്ഛനല്ല, ഒരു മുസ്ലിമാണ് എന്ന് പറയുന്ന മറ്റൊരു കഥയുണ്ട്. കാരണം അവർക്കേ നെഞ്ചിന് ഉറപ്പുള്ളൂ, അറബിയായിട്ടുള്ള അദ്ദേഹത്തിന് നെഞ്ചിന് ഉറപ്പുള്ളൂ, അതുകൊണ്ടാണ് ഭഗവതി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്ന പലതരം കഥകൾ.